Hi teachers, welcome back to my channel. കേട്ടറ്റിൻ 10-day ചലഞ്ചിലാണ് നമ്മളിപ്പോൾ. ഇന്ന് ഡേ 4. ഇന്ന് നമ്മുടെ ടോപ്പിക് സയൻസ് ആണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. കേട്ടറ്റ് 2-ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സയൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ മിക്സ്ചർ വിച്ച് ഇസ് നോട്ട് ഹോമോജീനസ്. ഹോമോജീനസ് അല്ലാത്ത മിക്സ്ചർ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഹോമോജീനസ് മിക്സ്ചർ, അല്ലെങ്കിൽ ഏകാതക മിശ്രിതം അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമോജീനസ് മിക്സ്ചറിന്റെ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. ഒരു ഹോമോജീനസ് മിക്സ്ചറിൽ പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇവിടെ നോക്കൂ, റെഡ് ബ്ലൂ ഒക്കെ മോളിക്യൂൾസിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത്. അപ്പോ ഇത് ഹോമോജീനസ് ആണ്, എല്ലാ സ്ഥലത്തും എന്താണ് യൂണിഫോം ആയിട്ടാണ് പാർട്ടിക്കിൾസ് കാണുന്നത്. എന്നാൽ ഹെട്രോജീനസ് മിക്സ്ചർ ആണെങ്കിലോ യൂണിഫോം ആയിട്ടല്ല, അല്ലെ, പാർട്ടിക്കിൾസ് വളരെ അൺഈവൻ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹോമോജീനസ് മിക്സ്ചറും ഹെട്രോജീനസ് മിക്സ്ചറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഉദാഹരണം നോക്കൂ, സ്റ്റീൽ, എയർ, റെയിൻ, വൈൻ, ഇതൊക്കെ ഹോമോജീനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഹെട്രോജീനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഐസ് ഇൻ സോഡ, സോയിൽ, സീരിയൽസ് ഇൻ മിൽക്ക്, ഓയിൽ ആൻഡ് വിനീഗർ, ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? ഹെട്രോജീനസ് മിക്സ്ചറിന് ഉദാഹരണമാണ്. ഇതുവരെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ബ്ലെൻഡ് ആവില്ല. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളതില് മിൽക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് എപ്പോഴും കേട്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. മിൽക്ക് ഒരു ഹോമോജീനസ് മിക്സ്ചർ അല്ല, മിൽക്ക് ഒരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. ഇറ്റ് ഈസ് എ കൊളോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ലീഡ് ടു എ കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചിലേക്ക് നയിക്കാത്തത് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ബേണിംഗ് എ പീസ് ഓഫ് പേപ്പർ, adding a small piece of metallic sodium to cold water, mixing a little copper with gold, adding a piece of zinc to dilute HCl. 8ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഭൗതിക മാറ്റവും രാസമാറ്റവും. ഇതിലാണ് ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചും കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചും പറയുന്നത്. ഇവിടെ നോക്കൂ, ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു, അതായത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. അപ്പൊ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ചേഞ്ച് ആണ്, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഇവിടെ ഒരു പേപ്പർ നമ്മൾ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആഡിങ് എ സ്മോൾ പീസ് ഓഫ് മെറ്റാലിക് സോഡിയം ടു കോൾഡ് വാട്ടർ. സോഡിയം ഭയങ്കരമായിട്ട് റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലാണ്. അതിന്റെ റിയാക്ടിവിറ്റി കൊണ്ട് സോഡിയത്തിനെ നമ്മൾ കെറോസിനിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, മണ്ണെണ്ണയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അത്തരത്തിലൊരു സാധനത്തിനെ നമ്മൾ കോൾഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. സോ ഓപ്ഷൻ ബി എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, സിങ്ക് ഒരു ഡൈല്യൂട്ട് HCl ഇൻസേർട്ട് ചെയ്യാണ്, അതിലും എന്തായാലും ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ഇവിടെ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. മിക്സിങ് എ ലിറ്റിൽ കോപ്പർ വിത്ത് ഗോൾഡ്. ഗോൾഡും കോപ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു അലോയ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻ അലോയ് ഈസ് ഫോംഡ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 statements are given. Analyze them and choose the correct option from those given below. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്ന് ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് 1, soft iron is more suitable for making electromagnets than steel. Statement 2, soft iron has higher magnetic susceptibility and higher magnetic retentivity than steel. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സ്റ്റീലിനേക്കാളും സോഫ്റ്റ് അയൺ ആണ് ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് അയൺ ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. സോഫ്റ്റ് അയൺ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയും ഇലക്ട്രിസിറ്റി നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തുകയും ചെയ്യുന്ന മെറ്റലാണ് സോഫ്റ്റ് അയൺ. അതുകൊണ്ടാണ് സോഫ്റ്റ് അയണിനെ ഇത്തരത്തില് ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഇവിടെ ഹയർ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷേ ഹയർ മാഗ്നറ്റിക് റിറ്റൻറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് റോങ് ആണ്. ലോവർ മാഗ്നറ്റിക് റിറ്റൻറ്റിവിറ്റി ആണ് ഉള്ളത്. ലോവർ മാഗ്നറ്റിക് റിറ്റൻറ്റിവിറ്റി ആണ് സോഫ്റ്റ് അയണിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 2 എ പാർട്ട് ശരിയാണ്, പക്ഷെ ബി പാർട്ട് തെറ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. A, presence of a medium is not required in convection.
conduction, convection and radiation. B, neither the presence nor the movement of molecules required for radiation. C, translational motion of molecules of a medium occurs during conduction. D, no translational motion of molecules required in the case of convection. ഇവിടെ conduction, convection and radiation നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ് ഈ പറയുന്ന കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും. ഇതിൽ എന്താന്നുള്ളത് നമുക്ക് പറയാം. ഇതിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹീറ്റ് ഇല്ലാത്തൊരു സബ്സ്റ്റൻസ് ഹീറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ കോണ്ടാക്ട് കാരണം ഹീറ്റ് എന്താവുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, ഈ ഒരു കെറ്റില്, ഈ കെറ്റിലിന്റെ ഈ കെറ്റിലിന്റെ ബേസ് നല്ല ചൂടുണ്ട്, അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയാസ് ഒക്കെ എന്താണ്, ചൂടായിട്ട് മാറും. അതാണ് കണ്ടക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ കോണ്ടാക്ട്, അതാണ് കണ്ടക്ഷൻ. ഇനി അടുത്ത കൺവെക്ഷൻ ഉണ്ട്. കൺവെക്ഷൻ എങ്ങനെയാണ്? ഈ വെള്ളം തിളയ്ക്കുന്നത് കൺവെക്ഷൻ കാരണമാണ്. താഴെ ഉണ്ടായിരുന്ന വെള്ളം ചൂടായിട്ട് ആ എനർജി കാരണം വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്ക് പോകുന്നു. മുകളിലുണ്ടായിരുന്ന തണുത്ത വാട്ടർ മോളിക്യൂൾസ് താഴേക്കും വരുന്നു. അങ്ങനെ ആ വാട്ടർ മോളിക്യൂൾസ് സൈക്കിൾ ചെയ്യുന്നുണ്ട്, ആ ചൂട് വ്യത്യാസം വരുന്ന ആ ക്രമം അനുസരിച്ചിട്ട്. അങ്ങനെയാണ് വെള്ളം ഇതിൽ തിളയ്ക്കുന്നത്. അതാണ് കൺവെക്ഷൻ. കണ്ടക്ഷനിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കോണ്ടാക്ട് വേണം, അല്ലെ? രണ്ട് സബ്സ്റ്റൻസസ് തമ്മിൽ കോണ്ടാക്ട് വേണം. അപ്പോ സോളിഡ് സബ്സ്റ്റൻസസിലാണ് കൂടുതലായിട്ട് കണ്ടക്ഷൻ നടക്കുക. കൺവെക്ഷൻ ആണെങ്കിലോ മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ് വേണം. ഇവിടെ മുകളിൽ ഉണ്ടായിരുന്ന വാട്ടർ മോളിക്യൂൾസ് താഴെ വന്നൂലോ, അപ്പൊ അങ്ങനെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് സാധ്യമാവണം കൺവെക്ഷൻ നടക്കാൻ. അപ്പൊ സോളിഡിനേക്കാളും നന്നായിട്ട് ലിക്വിഡിലും ഗ്യാസിലും ഒക്കെയാണ് കൺവെക്ഷൻ നടക്കുന്നത്. അടുത്തത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അയാൾക്ക് ഈ കെറ്റിലിന്റെ ചൂട് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അത് കൺവെക്ഷൻ അല്ല, അത് റേഡിയേഷൻ ആണ്. സൂര്യനിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ റേഡിയേഷന് മോളിക്യൂൾസിന്റെ ആവശ്യമില്ല ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് സ്പേസ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. പക്ഷെ എന്നാലും സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് റേഡിയേഷൻ വഴിയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ നോക്കൂ. പ്രസൻസ് ഓഫ് മീഡിയം ഈസ് നോട്ട് റിക്വയർഡ് ഇൻ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അത് തെറ്റാണ്. റേഡിയേഷന് മാത്രമാണ് മീഡിയം ആവശ്യമില്ലാത്തേ ഉള്ളൂ. കണ്ടക്ഷന് കൺവെക്ഷനും എന്ത് വേണം, മീഡിയം വേണം. രണ്ടാമത്തത്, neither the presence nor the movement of molecules required for radiation. അത് ശരിയാണ്, അല്ലെ? മോളിക്യൂൾസിന്റെ മൂവ്മെന്റും ആവശ്യമില്ല, മോളിക്യൂൾസിന്റെ പ്രസൻസും ആവശ്യമില്ല റേഡിയേഷന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a few drops of methyl orange is added to soap solution, the color of solution becomes yellow because pH of the solution is dash. ഇവിടെ മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അസിഡിക് പി എച്ചില് മീഥൈൽ ഓറഞ്ച് റെഡ് ടു ഓറഞ്ച് കളറാണ് ഉണ്ടാക്കുക. ന്യൂട്രൽ പി എച്ചില് യെല്ലോ കളറ്, അതുപോലെ ആൽക്കലൈൻ പി എച്ചിലും യെല്ലോ കളറാണ് മീഥൈൽ ഓറഞ്ച് ഉണ്ടാക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് സോപ്പ് സൊല്യൂഷനിലേക്ക് മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്തപ്പോൾ അത് യെല്ലോ കളറായിട്ട് മാറി. ഇപ്പൊ സോപ്പ് സൊല്യൂഷൻ എന്താണ്? ബേസിക് സൊല്യൂഷൻ ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ യെല്ലോ കളർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ pH ഓഫ് ദി സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കണം. ഒന്ന്, മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ ബേസുകളാണ് യെല്ലോ കളർ കാണിക്കുക എന്നുള്ളത് അറിയണം. ബേസിന്റെ pH എത്രയാണെന്നും കൂടി അറിയണം. അപ്പൊ ഈ pH സ്കെയിൽ നോക്കുമ്പോൾ 7 ആണ് കറക്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള pH. 7ന് മുകളിൽ സ്കെയിലുള്ള pHനെ നമ്മൾ ആൽക്കലൈൻ pH എന്നാണ് പറയാ, അല്ലെങ്കിൽ ബേസ്. 7ന് താഴെ വരുന്ന സ്കെയിലുകളെയാണ് നമ്മൾ അസിഡിക് pH എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോപ്പിന്റെ pH എത്രയായിരിക്കും? 7ൽ കൂടുതലായിരിക്കും, കാരണം അത് ബേസിക് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഈസ് ദാറ്റ് ലെസ് ദാൻ 7, ഗ്രേറ്റർ ദാൻ 7, ഈക്വൽ ടു 7, ഈക്വൽ ടു 0? ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഗ്രേറ്റർ ദാൻ 7 ആണ് എന്നാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ? റെയിൻബോ ഫോം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമുക്കത് സിമ്പിൾ ആയിട്ട് പഠിക്കാം.
എപ്പോഴും റെയിൻബോ ഉണ്ടാവുന്നത് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ, അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നോക്കിയേ, റെയിൻ ഡ്രോപ്സിൽ ഈ സർക്കിളിൽ കൊടുത്തേക്കുന്നത് റെയിൻ ഡ്രോപ്പ് ആണ്. അപ്പൊ ഈ റെയിൻ ഡ്രോപ്പിൽ തട്ടി ആദ്യം സൺലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കും, ഒരു ബെൻഡിങ് അല്ലെ, റിഫ്രാക്ഷൻ സംഭവിക്കും. അതിനുശേഷം ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്, സൺലൈറ്റിന്റെ ഡിസ്പേർഷൻ സംഭവിക്കുന്നു. ആ ഡിസ്പേർഷന് ശേഷം റെയിൻ ഡ്രോപ്പിന്റെ ഉള്ളിൽ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടന്നിട്ടാണ് റെയിൻബോ ആയിട്ട് ഇത് ഫോം ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെ നടക്കുന്ന റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷനിൽ അത് എവിടെയാണുള്ളത് നോക്കിയാൽ മതി. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 68. The statement which is not true related to sea breeze is. ഒരു ചോദ്യം ചോദിക്കാം, സീ ബ്രീസിൽ കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ അതുപോലെ റേഡിയേഷൻ ആണോ നടക്കണം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതില് ശരിക്കും പകല് ഡ്യൂറിങ് ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ചൂടാവുകയാണ് ചെയ്യുക. ലാൻഡ് പെട്ടെന്ന് ചൂടാവുന്നു, അങ്ങനെ ലാൻഡിൽ നിന്ന് എയർ മുകളിലേക്ക് പോകുന്നു, ആ ഗ്യാപ്പിലേക്ക് സീയിൽ നിന്നുള്ള ബ്രീസ് ലാൻഡിലേക്ക് അടിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഇൻ എ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ദി പ്രസൻസ് ഓഫ് അനദർ ചാർജ്ഡ് ബോഡി ഈസ് കോൾഡ്. ഒരു ചാർജ്ഡ് ബോഡി ഉണ്ട്, അത് അടുത്തേക്ക് വന്നത് കാരണം മറ്റൊരു ചാർജ് ബോഡി ചാർജ് ആവുന്നതിന് നമ്മൾ എന്താണ് പറയാ? ഇറ്റ് ഈസ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്, ബൈ കോണ്ടാക്റ്റിലൂടെയും അതുപോലെ ഇൻഡക്ഷനിലൂടെയും നമുക്ക് മറ്റൊരു വസ്തുവിനെ ചാർജ് ആക്കാം. ചാർജ് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിനെ ചാർജ് ആക്കാം. ഇപ്പൊ ഫസ്റ്റ് ബൈ കോണ്ടാക്ട് ആണെന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം, അല്ലെ, തൊടണം. അല്ല ബൈ ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത് കൊണ്ടുവച്ചാൽ തന്നെ എന്താവും? ചാർജ് ആവും. അതാണ് ബൈ കണ്ടക്ഷനും ബൈ കോണ്ടാക്റ്റും ബൈ ഇൻഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എ, ഓൺലി വൺ ഫേസ് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ ഫ്രം എർത്ത് ഓൾവേസ്. ഇത് കറക്റ്റ് ആണ് അല്ലേ? ഇത് കറക്റ്റ് ആണ്. ദ മൂൺ കംപ്ലീറ്റ്സ് വൺ റെവല്യൂഷൻ അറൌണ്ട് എർത്ത് ഇൻ 27 1/3 days. അതും കറക്റ്റ് ആണ്. മൂൺ കംപ്ലീറ്റ്സ് വൺ റൊട്ടേഷൻ അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഇൻ 27 1/3 days. കറക്റ്റ് ആണ്. ദ മൂൺ ടേക്സ് 24 hours for one rotation around its axis. അത് തെറ്റാണ്. മൂണിന്റെ ആക്സിസിൽ തന്നെയുള്ള റൊട്ടേഷനും എർത്തിന്റെ ചുറ്റുപോറുള്ള റെവല്യൂഷനും എടുക്കുന്ന ടൈം സെയിം തന്നെയാണ്. ഇറ്റ് ഈസ് 27 1/3 days. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർസെക്, ലൈറ്റ് ഇയർ, ഹാഫ് ലൈഫ് പീരീഡ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഹാഫ് ലൈഫ് പീരീഡ് ആണ്. ഇവിടെ ആസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും ലൈറ്റ് ഇയറും എല്ലാം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വലിയ യൂണിറ്റുകളാണ്. നേരെ മറിച്ച് ഹാഫ് ലൈഫ് പീരീഡ് ഒരു കെമിക്കൽ റിയാക്ഷന് എടുക്കുന്ന അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിക്ക് എടുക്കുന്ന സമയം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം യൂണിറ്റ് ആണ് ഹാഫ് ലൈഫ് പീരീഡ്. In the figures, journey of a vehicle from P to R through Q is shown. Choose the incorrect statement regarding to it. ഇവിടെ പിയിൽ നിന്ന് ആറിലേക്ക് ക്യൂയിലൂടെ പോയിട്ടുണ്ട് ഒരു വണ്ടി. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. The distance covered as per figure 1 is equal to the distance covered as per figure 2. ഈ ഫിഗർ 1 ഡിസ്റ്റൻസ് കവർ ചെയ്തേക്കുന്നത് 80 40 120 ആണ്. ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് പെർ ഫിഗർ 2. അത് ശരിയാണ് അല്ലെ? ഇതിലും അത്ര തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. 80 + 40 120. ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് പെർ ഫിഗർ 1 ഈസ് സ്മോളർ ദാൻ ദി ഡിസ്പ്ലേസ്മെന്റ് ആസ് പെർ ഫിഗർ 2. ഇതിൽ രണ്ടിലൂടെ ഡിസ്പ്ലേസ്മെന്റ് അതും ശരിയാണ്. ഏതാ? ഫസ്റ്റ് ഫിഗറിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 100 മീറ്റർ ആണ്. സെക്കൻഡിൽ 80 + 40 = 120 ആണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് പെർ ഫിഗർ 1 ഈസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് പെർ ഫിഗർ 2. അത് തെറ്റാണ്. ആൾ ദ എബവ് ആർ ഇൻകറക്റ്റ്. അതും തെറ്റാണല്ലേ? അതുമല്ല. ഇവിടെ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ആൻസർ സി ആണ് വരുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തല്ല, ഈക്വൽ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the correct option related to the reaction Mg + 2HCl gives MgCl2 + H2 + heat. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ്? ഇവിടെ ഹീറ്റ് ഈ ഭാഗത്താണ് അല്ലെ, പ്രൊഡക്റ്റിന്റെ ഭാഗത്താണ് ഹീറ്റ് തന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് റിയാക്ഷൻ കഴിയുമ്പോൾ ഹീറ്റ് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ആണ്. അങ്ങനത്തെ റിയാക്ഷന് നമുക്ക് എന്ത് റിയാക്ഷൻ എന്നാ പറയാ? ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. പുറത്തേക്ക് ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഡാഷ് ഈസ് ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ. ഇതിൽ ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിക്കുന്നത്. മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് നമുക്ക് നോക്കാം. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ക്യാൻ ബി ഫൗണ്ടഡ് ഇൻ ടു ഡിഫറെന്റ് ഷേപ്പ്. അതാണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിച്ച് പരത്തി നമുക്ക് പല രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ തിൻ ഷീറ്റ്സ് ആക്കിയെടുക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പുൾഡ് ഇൻ ടു തിൻ വയർസ്. തിൻ ആയിട്ടുള്ള വയറുകളാക്കി മാറ്റാൻ പറ്റും.
കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും, അതുപോലെ ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. ദേ ഹാവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇൻ കൊറോഷൻ അവരൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തിളക്കം ഉണ്ടാകുന്നത് അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഏറ്റവും കൂടുതൽ മാലിബിൾ ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ആൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൂടുതൽ PYQs നോട്ട്സും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇപ്രാവശ്യം കേട്ടിട്ട് ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ് ആണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.